പശ്ചിമേഷ്യ വിറപ്പിച്ച ഇറാൻ ഇസ്രയേൽ സംഘർഷം വെടിനിർത്തലിലേക്ക് എത്തി നിൽക്കുമ്പോൾ ലോകത്തിനു മുന്നിൽ പരിഹാസമായിരിക്കുന്നത് അമേരിക്കയും ഇസ്രയേലുമാണ്. കാരണം ഇറാനുമായുള്ള സംഘർഷത്തിൽ നിന്ന് പിറകോട്ടു പോകാൻ അവർ നിർബന്ധിക്കപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. ഈ ജാള്യത മറയ്ക്കാൻ ഇറാന് നേരെ ഒരു വട്ടം കൂടി ആക്രമണം നടത്താൻ ഉത്തരവിട്ട ഇസ്രയേൽ ആ നടപടി വലിയ തിരിച്ചടിയിലേക്കാണ് വരുത്തിവെക്കാൻ പോകുന്നത്. ഇനി അമേരിക്കയ്ക്ക് പോലും ഇസ്രയേലിനെ സഹായിക്കാൻ പറ്റിയില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഇറാൻ വിദേശകാര്യമന്ത്രി ചർച്ച നടത്തി തിരിച്ചെത്തിയ ഉടനെയാണ് ഇറാഖിലെയും ഖത്തറിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാണ് എന്നത് തിരിച്ചറിയാൻ ജൂതന്മാരുടെ ബുദ്ധിയില്ല എങ്കിലും അമേരിക്കയ്ക്ക് പെട്ടെന്ന് തന്നെ സാധിച്ചിരുന്നു. കാരണം ഖത്തർ ഭരണകൂടത്തെ മുൻകൂട്ടി അറിയിച്ച ശേഷമാണ് ഇറാൻ അൽ ഉദൈദ് വ്യോമതാവളത്തിന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതുമൂലം അമേരിക്കൻ താവളത്തിൽ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് സൈനികരെയും യുദ്ധവിമാനങ്ങളെയും മാറ്റുവാനും അവർക്ക് സാവകാശം ലഭിച്ചിരുന്നു. താരതമ്യേന പ്രഹരശേഷി കുറഞ്ഞ മിസൈലുകളാണ് അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇറാൻ തൊടുത്തിടുന്നത്. എന്നിട്ട് പോലും ചില സൈനിക താവളത്തിൽ പതിച്ചത് അക്ഷരാർത്ഥത്തിൽ തന്നെ അമേരിക്കയെ ഭയപ്പെടുത്തുന്നതായിരുന്നു. തങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പശ്ചിമേഷ്യയിലെ 1,00,000-ഓളം വരുന്ന അമേരിക്കൻ സൈനികരെയും സൈനിക അസറ്റുകളെയും സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞ നിമിഷം കൂടിയായിരുന്നു അത്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളിൽ ഇറാൻ പൗരന്മാർ കൊല്ലപ്പെടാതിരുന്നത് കൊണ്ടുകൂടിയാണ് ഈയൊരു ഔദാര്യം ഇറാൻ അമേരിക്കയോട് കാണിച്ചിരുന്നത്. അമേരിക്ക ഇട്ട അത്രയും ബോംബ് തിരിച്ചിട്ടുള്ളൂ എന്നതാണ് ഇറാന്റെ പ്രതികരണം. അമേരിക്ക ഇനിയും മുട കാണിച്ചാൽ അവരുടെ യുദ്ധക്കപ്പലുകൾ ഉൾപ്പെടെ കടലിൽ മുക്കുവാനും വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കുവാനും വിപുലമായ പദ്ധതി തന്നെ ഇറാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് അടച്ച് ലോക വ്യാപാരം സ്തംഭിപ്പിക്കാനുള്ള ഇറാന്റെ നീക്കവും ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദം ലക്ഷ്യമിട്ടായിരുന്നു. ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയ്ക്കായി എന്ന കാരണം പറഞ്ഞ് അമേരിക്ക സ്ഥാപിച്ച സൈനിക താവളങ്ങൾ ഈ രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായി മാറുന്ന പുതിയ സാഹചര്യവും അമേരിക്കമേലുള്ള സമ്മർദ്ദം ശക്തമാക്കാൻ കാരണമായിട്ടുണ്ട്. മാത്രമല്ല ഇസ്ലാം മത വിശ്വാസികൾക്കിടയിൽ ഇറാനെതിരായ നീക്കങ്ങൾക്കെതിരെ പൊതുവികാരം ഉയർന്നതും ഗൾഫ് രാജ്യങ്ങൾക്ക് മുഖവില കൊടുക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. ഖത്തറിലെ അമേരിക്കൻ താവളങ്ങൾ ഇറാന്റെ മിസൈൽ പതിച്ചപ്പോൾ ജനങ്ങൾ ആഹ്ലാദം പ്രകടിപ്പിച്ച് തെരുവിലിറങ്ങുന്നതും ഖത്തറിനെ സംബന്ധിച്ച് വേറിട്ട കാഴ്ചകൾ തന്നെയായിരുന്നു. ലോകത്തെ ഇസ്ലാം മത വിശ്വാസികളുടെ പൊതുവികാരം കൂടിയായിരുന്നു അത്. ഗസയിൽ 1,00,000-ഓളം ഫലസ്തീനുകളെ വധിക്കുകയും ആ പ്രദേശത്തെ കെട്ടിടങ്ങൾ ചാമ്പലാക്കുകയും ചെയ്ത ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുന്ന ഇറാൻ അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാം മനസ്സിൽ ഹീറോ പരിവേഷമാണുള്ളത്. ആക്രമിച്ചു മാത്രം ശീലമുള്ള ഇസ്രായേലിന്റെ പ്രധാന നഗരങ്ങളിൽ പലതും ഇറാന്റെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായ കാഴ്ചകൾ മധുരമായ പ്രതികാര കാഴ്ചയാണ് ഗൾഫ് രാജ്യങ്ങളിലെ ഇസ്ലാം മത വിശ്വാസികൾ നോക്കിക്കാണുന്നത്. ഇസ്രായേലിനൊപ്പം കൂടി വംശഹത്യയ്ക്ക് കൂട്ടുനിന്ന് ചെകുത്താനായി പൊതുവെ വിലയിരുത്തപ്പെടുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇനിയും ചുമക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് മിക്ക ഗൾഫ് രാജ്യങ്ങളും ഇപ്പോൾ കടത്തിവിടുന്നത്. ഈ യാഥാർത്ഥ്യമെല്ലാം തിരിച്ചറിഞ്ഞ ഇടപെടലാണ് ഇറാന്റെ ആക്രമണത്തിന് ശേഷം ഖത്തറും മറ്റ് അറബ് രാജ്യങ്ങളും ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് അമേരിക്കൻ സൈനികരുമായ യുദ്ധക്കപ്പലുകൾ ചിതറത്തെറിച്ച സ്വന്തം സൈനികരുടെ ശവശരീരങ്ങളുമായി തിരിച്ചു വന്നാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം ട്രംപ് ഭരണകൂടവും വൈകിയാണെങ്കിലും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് അവർ തങ്ങളുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ട് പോലും സമവായത്തിന് വഴങ്ങിയിരിക്കുന്നത്.